ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഭാഗമായി അത്താഴമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇന്നത്തെ മുതൽ പേർഷ്യൻ കറി ഒക്കെ തന്നെയായിരുന്നു. പിന്നെ പുറത്ത് പോകണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയി വന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. നേരെ വന്ന് കിടന്ന് ഉറങ്ങി. ഞാൻ നല്ല ലേറ്റ് ആയിട്ട് എണീറ്റത്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. എണീറ്റിട്ട് വേഗം നമസ്കരിച്ചു. ഞാൻ പോകുന്നതിന് മുന്നേ വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം അരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറുവെള്ളം എടുത്ത് അതുപോലെ ഇങ്ങനെ കൊത്തിയിട്ടിട്ട് കൊത്തിയുണ്ട് ഇങ്ങനെ കുറുക്കിയെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് പിന്നെ അരിയിട്ടിട്ട് അരച്ചാണെങ്കിൽ അത് അവിടെ സെറ്റ് ചെയ്തിട്ട് പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വേഗം ക്ലിയർ ചെയ്ത് വെച്ചു. പിന്നെ ചിക്കനൊക്കെയുണ്ട്. ജ്യൂസ് പാലതും കൂടിയിട്ട് ജ്യൂസ് പോലെ ആക്കാനാണ്. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ചക്കരമക്കൻ്റെ ഉള്ളിൽ വെച്ചാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം രണ്ടാം കുറച്ച് പോർഷൻ ഒരു പാത്രത്തേക്ക് മാറ്റി എന്നിട്ട് വേണം നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് എടുത്തിട്ട് നല്ലതായിരുന്നു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ചിക്കൻ മകനും ഒരു സെറ്റിട്ടിടും. എന്നിട്ട് വീണ്ടും നമ്മളൊരു 5 മിനിറ്റിന് കൈപ്പൊടിയൊക്കെ തോന്നും. അതിൻ്റെ പീസൊക്കെ വലിയ പീസുകളുണ്ടെങ്കിൽ അത് സെറ്റായിരിക്കണം. അത് തന്നെ നമുക്ക് ലൈറ്റ് വരുന്ന കാരണം ഇപ്പോൾ ഏകദേശം മധുരമുള്ള നല്ല കഴിക്കാൻ അതുകൊണ്ട് വേറെ കൂടി ചായം വെള്ളം കൂടി മിക്സിയിട്ട് ഇട്ട് ഉള്ളി വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കഷ്ണങ്ങളല്ല ഒരു പിടിപിടി വെച്ചിട്ടാണ് വെളിച്ചെണ്ണിട്ടിട്ട് വറുത്തത്. പക്ഷെ ഒന്ന് മൊരിയിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് നന്നായി മൊരിഞ്ഞു പോയി. അങ്ങനെ പിന്നെ വെറും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ നിന്നിട്ട് ഞങ്ങൾ എൻ്റെ വണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്ത് എന്നിട്ട് വെള്ളപ്പം ചുട്ടുകൊടുത്തു. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കി തൽബീനാണ്. അപ്പോൾ അതും കുടിച്ചു. അതിന് ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഉണ്ടാക്കി എന്നിട്ട് അപ്പോൾ വെള്ളപ്പം ചുടലും അത് കുടിക്കലും ബിരിയാണി വെള്ളത്തിട്ട് അതിൽ തേങ്ങ ഉണ്ടാക്കിയത്. ഇത്രയുള്ളൂ. വളരെ സിമ്പിളാണ്. താങ്ക് യു.